ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് ഡിസംബർ 31. എല്ലാവരും ന്യൂ ഇയറിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? എല്ലാവർക്കും ഒരു അടിപൊളി ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചു കൊണ്ടുണ്ട്. ഞാനിപ്പോൾ വന്നത് ഇന്നെല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കും. ചിലവർ ചർച്ചിൽ പോകുന്നുണ്ട്, ചിലവർ റൂമിലിരിക്കുന്നു, ചിലവർ ഫ്രണ്ട്സുമായിട്ട് എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ചിലതുണ്ട്. നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ കൂടപ്പറപ്പുകൾ. ഞാൻ കരുതുന്ന എല്ലാവരും ഒന്നിച്ച് ന്യൂ ഇയർ ആഘോഷിക്കണം ഏറ്റവും അടിപൊളി. കാരണം നമ്മൾ മറന്നു പോയ ചില കാര്യങ്ങളുണ്ട്. കാരണം എല്ലാവർക്കും കാണത്തില്ല, ചില ആൾക്കാർക്ക് മാത്രം. പ്രത്യേകിച്ച് മക്കൾ ഉപേക്ഷിച്ച അമ്മ അച്ഛന്മാരുണ്ടല്ലോ. നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞത്. അത് ആലോചിക്കുമ്പോൾ ഭയങ്കര വേദനാജനകമായിട്ടൊരു കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിൽ പലവരും തന്നെ അധ്വാനിച്ച് കുറച്ച് ക്യാഷൊക്കെ കഴിയുമ്പോൾ ഒരച്ഛനും അമ്മയൊക്കെ ഒരു വേണ്ടാന്ന് വെച്ച് ഒന്നുകിൽ എവിടെയും ഞാനിപ്പോഴല്ലോ അങ്ങനെയുള്ളവർ കൊണ്ട് അല്ലെങ്കിൽ അവരെ നോക്കാണ്ട് അല്ലേ? പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. ഫസ്റ്റ് അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഈ വർഷത്തെ ഹാപ്പി ന്യൂ ഇയർ ഞാൻ അവരെ ഓർക്കും. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം അവരുടെ മനസ്സാരും അറിയുന്നവരുണ്ടാകും. പക്ഷേ സ്വന്തം മക്കൾ അറിയാണ്ട് മറ്റുള്ളവർ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവർ അറിയുന്നതുകൊണ്ടാണ് അവരങ്ങനെ ഇന്ന് ജീവിക്കുന്നവരുണ്ട്. അതിൽ നരകത തുല്യമായ ജീവിതം ജീവിക്കുന്നവരുണ്ട് അല്ലേ? നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മ നമ്മളോടൊപ്പമാണ് വേണ്ടത്, ശരിയല്ലേ? നമുക്ക് കുറച്ച് നമ്മുടെ ചെറുപ്പത്തിൽ 10 മാസം അല്ലെങ്കിൽ ഇത്ര നാൾ വേദന സഹിച്ച് നമ്മൾ പ്രസവിച്ച് നമ്മൾ നെഞ്ചോട് ചേർത്ത് വളർത്തി, നമ്മുടെ കുസൃതി, നമ്മുടെ തെറ്റുകളെല്ലാം പുറത്ത് നമ്മളോട് സ്നേഹം പൂർവ്വം പെരുമാറി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മളെ ഈ നിലയിൽ എത്തിച്ചിട്ട് നമ്മളവർ ഉപേക്ഷിച്ച് കളയെന്ന് വെച്ചാൽ അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് വേണ്ടി അത് മാറ്റി വെച്ച് നമുക്ക് വേണ്ടി അവർ ജീവിച്ചു. പക്ഷേ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അവരൊരു ഭാരമാകുന്ന കരുത് അവരെ തള്ളി മാറ്റിക്കുകയും അതൊക്കെ ഓർത്ത് നോക്കിയാലുണ്ടല്ലോ പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക. നിങ്ങൾക്ക് ഇനിയും സമയം മാറിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ അച്ഛനോ അമ്മയോ ആരാന്ന് വെച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സമയം ഇനിയുമുണ്ട്. അവരെ സ്നേഹിക്കണം ശരിക്കും. കാരണം ഈ നമ്മുടെ ഭൂമിയിലുള്ള മാലാഖമാരാണ് നമ്മുടെ അച്ഛനമ്മമാർ. അത് നമ്മൾ മറക്കരുത്. ഓക്കെ, ഈ ഒരു മെസ്സേജ് ഞാൻ തന്നിട്ട് ഞാൻ പോകുന്നു. എല്ലാവർക്കും വിഷു ഹാപ്പി അടിപൊളി ഒരു ന്യൂ ഇയർ ഞാൻ സമർപ്പിക്കുന്നു. കാരണം നിങ്ങൾ ഈ 2025 എനിക്ക് എന്തൊക്കെ നേടിയെടുക്കാം. കാരണം 2024 ഉപരി നിങ്ങൾ 2025 ജീവിതത്തിലും അതേപോലെ തന്നെ നിങ്ങളുടെ വർക്കിലും നിങ്ങളുടെ സാമ്പത്തികതയിലും നിങ്ങളുടെ സ്നേഹബന്ധത്തിലും കുറച്ചുകൂടെ ആഴമായിട്ട് നിങ്ങളെ കുറച്ചുകൂടെ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിങ്ങൾ ബിസിനസ് ഇറങ്ങുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എല്ലാം സലഫമായി ഈ വരുന്ന ന്യൂ ഇയറിൽ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ.